നിർണായകമായ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് തുടങ്ങും. LDF വിടില്ലെന്ന് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയതിനപ്പുറം മറിച്ചൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന വിശ്വാസത്തിലാണ് CPIM. കേരള കോൺഗ്രസ് എമ്മിനുള്ളിലെ UDF അനുകൂല വികാരം മറനീക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. മണിക്കൂർ തോറും മാറ്റിപ്പറയുന്ന സ്വഭാവം പാർട്ടിക്കില്ല എന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. ആ ചെയർമാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ദിവസം തോറും മണിക്കൂർ തോറും മാറി മാറി പറയുന്ന ഒരു പാർട്ടിയല്ല. പാർട്ടി ചെയർമാൻ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊരു ചർച്ചയല്ലല്ലോ. ഇപ്പോൾ പാർട്ടി ചെയർമാൻ എന്തോ പറഞ്ഞു? പാർട്ടി ചെയർമാനൊക്കെ വലിയ ആളാണ് ഞാൻ. പാർട്ടി ചെയർമാൻ വ്യക്തമായി കഴിഞ്ഞു. ഇനി അതിനപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാനുണ്ടോ? അതിനിടെ മുന്നണി വിടാൻ സഭാ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് MLA പ്രമോദ് നാരായൺ വിശദീകരണവുമായി എത്തി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ വിവരങ്ങളുമായുണ്ട്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണി നീക്കങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളുമായി R. ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നു. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏത് സ്വഭാവത്തിലായിരിക്കും ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം ഇരു മുന്നണികളെയും സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിന്റെ വിശദാംശങ്ങളുമായി തനേഷ് തമ്പിയും ഉണ്ട് നമ്മളോടൊപ്പം. ആദ്യം ടോബിയിലേക്ക്. ടോബി, സ്റ്റിയറിംഗ് കമ്മിറ്റി എത്ര മണിക്ക് തുടങ്ങും? സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അസന്നിഗ്ധമായി പാർട്ടി ചെയർമാൻ ഇടതുമുന്നണിയിൽ തുടരുമെന്ന കാര്യം വ്യക്തമാക്കി. അതുകൊണ്ട് മറ്റ് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ മറിച്ചൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ. എന്തായിരിക്കും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഒരു വിഭാഗത്തിന് ഈ UDFിലേക്ക് പോയാൽ കൊള്ളാം എന്ന അഭിപ്രായമുള്ളവരുടെ എണ്ണം കേരള കോൺഗ്രസ് എമ്മിനകത്ത് കൂടുതലുണ്ടോ? എന്താണ് വിശദാംശം? ഗോപീഷൻ, തീർച്ചയായിട്ടും LDFിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ചെയർമാൻ പറഞ്ഞു. അപ്പോൾ ആ തീരുമാനം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതിലെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ വിലയിരുത്തലാണ്. ആ ഒരു ഘട്ടത്തിൽ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 87 പേരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളത്. 2 പേർ മരിച്ചുപോയതുകൊണ്ട് തന്നെ നിലവിലെ സംഖ്യ എന്ന് പറയുന്നത് 85ആണ്. ഏകദേശം ഒരു 60 പേരെങ്കിലും ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും ആളുകളുടെ അഭിപ്രായം എന്ത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി വരുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ജനപ്രതിനിധികളോടായിട്ടുള്ള പ്രധാനമായും MLAമാരും മന്ത്രിയും അവർക്കിടയിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് ഈ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടാക്കാൻ, അതായത് എന്ത് തീരുമാനമെടുത്താലും അത് ഒറ്റക്കെട്ടായിട്ടായിരിക്കും എടുക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ഈ പ്രധാനപ്പെട്ട MLAമാരെ കൊണ്ടുവരാൻ ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്രയും ആളുകൾ വരുന്ന, അതായത് 80-85 പേർ വരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഒരു ഒറ്റ സ്വരം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും പല സ്ഥലങ്ങളിലും തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ തോൽവിയുടെ കാരണങ്ങൾ എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ അവിടുത്തെയുള്ള നേതാക്കൾ കൃത്യമായി സർക്കാർ വിരുദ്ധ നിലപാടുണ്ട് എന്നുള്ളൊരു വിമർശനം ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു അഭിപ്രായ ഏകീകരണത്തിലേക്ക് ആദ്യം തന്നെ ഈ കമ്മിറ്റി തുടങ്ങുമ്പോൾ, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങുമ്പോൾ തന്നെ ഒരു പക്ഷേ ഈ കാര്യം, അതായത് LDFിലാണ് നമ്മൾ നിൽക്കുന്നത്, അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടാവുന്ന ഒരു നിർദ്ദേശം ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മറ്റ് റോഷി അഗസ്റ്റിനോ പോലെയുള്ള ആരെങ്കിലും നൽകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. പാർട്ടി എവിടെയാണോ, കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയായിരിക്കും ഭരണം ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്, എന്നാൽ ഒറ്റ സ്വരമായി തങ്ങൾ നിൽക്കുമെന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് UDF പ്രതീക്ഷ വെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MLAമാർ കൂടി ഇവിടേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം MLAമാരുടെ നിലപാട് എന്ത് എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ജോബ് മൈക്കിൾ ഇപ്പോൾ ഇവിടേക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയാണ്. നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ തവണ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് ജോബ് മൈക്കിളിന്റെയൊക്കെ നിലപാട് എന്നുള്ളത്. പക്ഷേ അവരൊക്കെ ഇപ്പോൾ ചെയർമാന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്താണ് ജോസ് കെ മാണി പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, LDFിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ്. പിന്നെ പാർട്ടി LDFിനൊപ്പമാണല്ലോ ഇപ്പൊ നിൽക്കുന്ന LDFിനൊപ്പമാണ്. അപ്പൊ അതിൽ ഈ ചർച്ച കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലാണ് പ്രധാന വിഷയമെന്ന് പറയുന്നത്. പാർട്ടി കമ്മിറ്റി കൂടിയല്ലേ, പാർട്ടി കമ്മിറ്റി കൂടി പാർട്ടി അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. അതിനപ്പുറത്തേക്ക് കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമോ? ഇല്ല, പാർട്ടി കമ്മിറ്റി എല്ലാം ചർച്ച ചെയ്യില്ല. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമോ? അതായത് തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം അല്ലെങ്കിൽ സീറ്റ് കുറഞ്ഞത് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണോ? തോൽവിയൊക്കെ ചർച്ച ചെയ്യും. അതിന്റെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഈ സഭയുടെ ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. കേരള കോൺഗ്രസ് പാർട്ടി കമ്മിറ്റിയുള്ള പാർട്ടിയാണ്. പാർട്ടി കമ്മിറ്റികൾ പാർട്ടി ചർച്ച ചെയ്യും കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ആരെ ഞാൻ ഇട്ടിട്ടില്ല. അല്ല, അതിപ്പോ എല്ലാവരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമല്ലോ. അതിപ്പോ എനിക്കതിനെ പറ്റി പറയാൻ പറ്റുമോ?
അതൊക്കെ അങ്ങനല്ലല്ലോ. ഇപ്പൊ ഈ നിൽക്കുന്ന മുന്നണിയല്ലേ, പാർട്ടി ചെയർമാൻ പറഞ്ഞല്ലോ LDF മുന്നണി തന്നെയാന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഈ സഭകളുടെ ഇടപെടൽ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അതിലെന്താണ് വസ്തുത? അല്ല, യാതൊരു ഇടപെടലും ഇല്ല. പാർട്ടി കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം. ഇപ്പൊ LDFലാണ് നിൽക്കുന്നത്, LDF തന്നെ നിൽക്കുന്നു. ഇന്നത്തെ കമ്മിറ്റി വേണേ തീരുമാനം മാറ്റാലോ? അതൊന്നും അറിയത്തില്ല, അതറിയത്തില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റും. ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും ഇന്ന്. ഏത് വിഷയം? അതൊന്നുമില്ല, അതൊന്നുമില്ല. പണ്ട് തൊട്ടേ അതിപ്പം പറയുന്നില്ല. 1979 പാർട്ടി പൊളന്നപ്പം തൊട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞു. 79 പാർട്ടി പിളർന്നപ്പം തൊട്ട് ഇങ്ങനെ പറഞ്ഞ് യോജിച്ചു, വീണ്ടും പിളർന്ന്, വീണ്ടും യോജിച്ചു, വീണ്ടും പോയി. അതിങ്ങനെ അതിന്റെ രീതിയിലങ്ങ് പോകുന്നതാണ്. അത് മാധ്യമങ്ങളെ ഞങ്ങൾക്ക് സംശയം. UDF പോലും സംശയമില്ല ഇപ്പൊ. മാധ്യമങ്ങളെയാണ് സംശയം. എന്തായാലും അതാണ് ഗോപീഷ്ണൻ. എന്തായാലും എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. പക്ഷേ അത് മുന്നണി മാറ്റം ചർച്ച ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് സഭയുടെ നിലപാടുകളിലടക്കം അദ്ദേഹം പറഞ്ഞത് നേരത്തെ മുതൽ തന്നെ കേരള കോൺഗ്രസുകൾ ഒന്നിക്കണമെന്നുള്ള നിലപാട് സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം സഭാ നേതൃത്വം അങ്ങനെ പറഞ്ഞതെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.